നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്: അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വച്ച് പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ. അപ്പോൾ അവിടെ പ്രത്യക്ഷനായത് ആരാണ് എന്ന് നമുക്കറിയാം. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ആമേൻ, വളരെ ദൈവസന്നിധിയിൽ ഞെരങ്ങിയിരിക്കുന്ന, ആമേൻ, ഒരു അബ്രഹാമിനെ നമുക്കവിടെ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ, പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ചിലരുടെ നടുവിൽ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ഇറങ്ങി വരുന്ന ദിവസങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു ഈ 21 days കഴിയും മുൻപേ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തിനകത്ത് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരുന്നത് പോലെ അല്ല, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ദൈവം ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കർത്താവ് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ചില കീറാമുട്ടികൾ പോലെ ഇരിക്കുന്ന വിഷയങ്ങൾ, എങ്ങനെ ഈ വിഷയത്തിന് പരിഹാരം കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 16ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ പുരുഷന്മാർ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, നോക്കിക്കേ, അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴി തിരിഞ്ഞ് അബ്രഹാം, ആമേൻ, അവരെ യാത്ര അയപ്പാൻ അവരോട് കൂടെ പോയി. സ്തോത്രം. അപ്പോ സോദോമിൽ പാർക്കുന്ന ആരെന്ന് നമുക്കറിയാം. സോദോമ്, ആമേൻ, സ്തോത്രം, ആരാ തെരഞ്ഞെടുത്തതെന്ന് നമുക്കറിയാം. സോദോമിൽ എന്താ നടക്കുന്നത് നമുക്കറിയാം. സോദോമിൽ, ആമേൻ, എന്തൊക്കെയാ അവിടുത്തെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. സകലതും ആ വാക്യത്തിനകത്ത് അടങ്ങിയിരിക്കുന്നു. നിരവധി പ്രാവശ്യം സോദോമിനെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ്, ആമേൻ, അറിയിപ്പാൻ തുടങ്ങി. പ്രവാചകന്മാരിൽ കൂടെ, പുരോഹിതന്മാരിൽ കൂടെ, ശ്രേഷ്ഠന്മാരായ അഭിഷക്തന്മാരിൽ കൂടെ, അഭിഷക്തമാരിൽ കൂടെ, ആമേൻ, ശക്തമായി സോദോമിനെ കുറിച്ച് അറിയിപ്പാൻ തുടങ്ങി. എന്നാൽ ഇത് പറയുമ്പോഴൊക്കെ ദൂത് കേട്ട് സോദോം നിവാസികൾ മാറി പോകുന്നത്, ആമേൻ, ദൈവം കണ്ട് സഹിക്കാൻ വയ്യാതെ അവിടെ ദൂതന്മാരെ ഇറക്കുകയാണ്. ആമേൻ. അബ്രഹാമിന് മനസ്സിലായി, അബ്രഹാം ആരെന്നറിയാമോ? അവൻ പ്രാർത്ഥിക്കുന്നവനാ. ഇന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഈ ഗ്രൂപ്പിനകത്തായിട്ടുണ്ട്? അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഒരു അബ്രഹാം ഒരു പട്ടണത്തിൽ ഉണ്ടെങ്കിൽ ആ പട്ടണത്തെ നശിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് അബ്രഹാമിന്റെ വീട്ടിൽ ദൂതന്മാർ കയറി വരും. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിൽ, നിങ്ങളായിരിക്കുന്ന രാജ്യത്തിൽ എന്തെങ്കിലും ഒരു അനർത്ഥം സംഭവിക്കുന്നു എങ്കിൽ അതിന് മുൻപ് വിശുദ്ധന്മാരുടെ നടുവിൽ, പ്രാർത്ഥിക്കുന്നവന്റെ നടുവിൽ, നീതിമാന്റെ കൂടാരത്തിൽ ദൈവദൂതനിറങ്ങും. കാരണം ആ സോദോമിൽ ഒരുത്തനുണ്ട്, അബ്രഹാമിന്റെ സഹോദരനായിരിക്കുന്ന കുടുംബവും, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആ സോദോമിൽ പാർക്കുമ്പോൾ സോദോമിൽ നടക്കുന്ന മ്ലേച്ഛതകൾ തിരിച്ചറിഞ്ഞ ദൂതൻ, ആമേൻ, അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് എത്തി. ആമേൻ. വരുമ്പോൾ തന്നെ അബ്രഹാമിന് മനസ്സിലായി, ഈ വരവിന്റെ ഉദ്ദേശം വേറെ ഉദ്ദേശം ഒന്നുമില്ല. ഇതിന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ. സോദോമിന്റെ കാര്യത്തിന് ഒരു തീരുമാനത്തിനാണ് ദൂതന്മാർ കയറി വന്നിരിക്കുന്നത്. അത് വെളിപ്പാട് കാണുന്നവർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി ഒരു സ്തോത്രം കൊടുത്താട്ടെ. നല്ല ഒരു സ്തോത്രം. നീ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. കേട്ടോ, ചില കൂടമാത്ര ശക്തികൾ ഇന്ന് പകൽക്കാലം, ചില പൂജാഗ്രികൾ ഇളകി മറിയുന്ന ഒരു പകൽക്കമാണ്. ആരൊക്കെയോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ പ്രാർത്ഥനയിൽ ഇന്ന് പകലിൽ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നുണ്ട്. ശബനപരഗതുനി അതുരകരഗതന വൈഡകരാജകൾ ഖനാദി. അബ്രഹാമിന്റെ നടുവിൽ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവരെ പിന്നാലെ യാത്ര ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ഒരു അഭിഷക്തൻ കടന്നു വരികയാണ്. ആമേൻ. അഭിഷക്തൻ കടന്നു വരുമ്പോൾ അഭിഷക്തൻ തിരിച്ച് പ്രാർത്ഥിച്ച്, ആമേൻ, നിങ്ങൾ കൊടുക്കുന്ന സൽക്കാരമെല്ലാം വാങ്ങി തിരിച്ചു മടങ്ങുമ്പോൾ, ആമേൻ, നിങ്ങൾ ആരെങ്കിലും, ആമേൻ, പുറകെ പോകാറുണ്ടോ? നമ്മൾ ഏതുവരെ പോകുന്നറിയാമോ? ഗേറ്റിന്റെ അതുവരെ പോകുമല്ലേ? അത്രേ പോകാൻ കഴിയൂ. ഗേറ്റിനപ്പുറത്ത് കിടക്കുന്ന കാറിൽ കയറി അവർ യാത്ര ചെയ്യും. അതുപോലെയാ അബ്രഹാം ചെയ്തത്. ശ്രദ്ധിക്കുന്നുണ്ടോ? അബ്രഹാം അതിർത്തി വരെ പോയിട്ടുള്ളൂ.
ആമേൻ, ആ ഗേറ്റിന്റെ അതുവരെ പോയി. പക്ഷെ സോദോമിലേക്ക് തിരിഞ്ഞപ്പോൾ അവിടെ ഒരു ദൂത് ഇങ്ങനെ പറയുന്നു, അബ്രഹാം ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. ശമനവരകതുനി വൈഡകരകതനാകര, ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച ഇടിവിൽ നിന്ന അബ്രഹാമിനെ പോലെ ഈ കാലഘട്ടങ്ങളിൽ എത്ര പേർക്ക് ഇടിവിൽ നിൽക്കാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ആമേ, ശ്രദ്ധിക്കണമേ. അവിടെ ആ ചോദ്യമാ ചോദിച്ചത്. അബ്രഹാം അടുത്ത് ചെന്ന് ചോദിച്ചു. ആമേൻ, പറഞ്ഞത് ദുഷ്ടനോട് കൂടെ നീതിമാനെയും നീ സംഗ്രഹിക്കുമോ? ദുഷ്ടനോട് കൂടെ, സോദോമിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നവരുണ്ട്, അവരോട് കൂടെ അവിടെ പാർക്കുന്ന എന്റെ സഹോദരനും കുടുംബവും നീ നശിപ്പിക്കുമോ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ കുഞ്ഞെ, നീ പ്രാർത്ഥിക്ക്. നിന്റെ സഹോദരൻ ഇതുവരെയ്ക്കും രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും, ആമേ സ്തോത്ര, ആമേ നിന്റെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും, ആമേ നിന്റെ പിതാവ് രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും നീ പ്രാർത്ഥിക്ക്, കോട്ട കെട്ടി പ്രാർത്ഥിക്ക്. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾ ആമേ സ്തോത്രം പറയും, അന്ന് ആമേ ഞാൻ കേട്ട ദൈവാലോചന, അബ്രഹാം ഇടിവിൽ നിന്ന്, അതിർത്തിയിൽ നിന്ന്, അതിരിൽ നിന്ന് ഇടിവിൽ ആമേ മുഴങ്കാൽ മടക്കി മണിക്കൂറോളം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലാ പ്രിൻസ് ബ്രദറെ ചിലരൊക്കെ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. ആമേ, നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടല്ലോ, മുഴങ്കാൽ മടക്കിയതും നെടുവീർപ്പിട്ടതും കരഞ്ഞതും തീരുമാനമെടുത്തതും ദൈവസന്നിധിയിൽ ആമേ സ്തോത്രം നിറങ്ങിയതുമായ വിഷയത്തിനാണ് ഈ നാളുകളിൽ ദൈവം ചില അതിർത്തി കാക്കുന്ന ദൂതനെ പോലെ പ്രിൻസ് ബ്രദറെ നിങ്ങളെ ദൈവം നിർത്തിയിരിക്കുന്നത്. ഇനിയും സഹോദരങ്ങളിൽ ചിലര് നിങ്ങൾ പിന്തുടർന്ന പാതയിലേക്ക് വരാനുണ്ട്. നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും വരാതിരിക്കുന്നവരായിരിക്കാം. എന്നാൽ ദൈവവചനം പറയുന്നു, ഈ പുസ്തകമെടുത്തവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. കർത്താവിന്റെ ദാസനെ, ഇന്നല്ലെങ്കിൽ നാളെ എന്നല്ല, ഈ നാളുകളിൽ ആമേ സ്തോത്രം അതിന്റെ നിറവ് സംഭവിക്കാൻ പോകുന്നെന്ന് ദൈവാത്മാവ് എന്നോട് ആലോചന പറയാൻ പറയുന്നു. ഹല്ലേലൂയ. എന്റെ കൂടെ ഉണ്ടോ എങ്കിൽ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം കൊടുത്തൊന്ന് ഏറ്റെടുക്ക്. അത് ഈ കാലഘട്ടങ്ങളിൽ, ഈ തലമുറയിൽ സംഭവിക്കാൻ പോകുന്നു. ആമേൻ. നിങ്ങളോട് കൂടെ ദൈവത്തെ ആരാധിപ്പാൻ. ഒരു സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറയും, എന്തൊരു പ്രാർത്ഥന, എന്തൊരു പ്രാർത്ഥനക്കാരൻ. ഇദ്ദേഹം പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ ഇറങ്ങി വരും, നിന്റെ ദൈവം നൂലിൽ കെട്ടി ഇറക്കി തരൂ എന്നൊക്കെ ചോദിച്ചവരുടെ മുൻപിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചോദിക്കുന്നു, അഭിഷക്തരെ, നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നൂലിൽ കെട്ടി ഇറക്കി തരും. അതുകൊണ്ടല്ലേ ഇന്ന് ഇത്ര സന്തോഷത്തോടെ ആയിരിക്കുന്നത്. പട്ടണത്തോടുള്ള വെല്ലുവിളി, രാജ്യത്തോടുള്ള വെല്ലുവിളി, ആയിരിക്കുന്നതോടുള്ള വെല്ലുവിളി, ആമേ സ്തോത്രം, ഹല്ലേലൂയ. മാനസത്തിൽ പിരിമുറുക്കമിട്ട് പോരാടുന്ന പോരുകളെ ഇന്ന് പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവാത്മാവ് ചില കുടുംബങ്ങളിൽ തുടച്ചു മാറ്റാൻ പോകുക. പ്രാർത്ഥിച്ചോ. ആമേ, വചനം പറയുന്നത് ഇങ്ങനെയാണ്. ആമേ, നീ നശിപ്പിക്കുമോ? ഇല്ല 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 അബ്രഹാമേ. 50 പാപികൾ ഉണ്ടെങ്കിൽ ഒരു നീതിമാൻ? ഇല്ല 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 ഇല്ല. എന്റെ വീട്ടില് 10 പേരുണ്ട്, നീ നശിപ്പിക്കുമോ? ഇല്ല ഇല്ല ഇല്ല. ഞാൻ മാത്രമാണ് നീതിമാൻ? ഇല്ല ഇല്ല. പ്രിൻസ് ബ്രദറെ, ഇല്ല. ഇല്ലെന്ന്. അവരുടെ സ്നാനത്തിൽ നിങ്ങളുണ്ടാകും, നിങ്ങളില്ലാതെ നടക്കത്തില്ലെന്ന് ദൈവാത്മാ പറയും. നിങ്ങളുടെ ഇല്ലാതെ അത് നടക്കത്തില്ല. അത് അതേപോലെ സംഭവിക്കാൻ പോകുന്നു. സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാൻ ഇന്ന് മുതൽ അതിനകത്തിറങ്ങാൻ പോകുന്നു. ഹല്ലേലൂയ. 22-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ആ പുരുഷന്മാർ, ആമേ സ്തോത്രം, അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക്, ആമേ സ്തോത്രം, സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിൽക്കണം. യഹോവയുടെ സന്നിധിയിൽ നിന്ന് കഴിഞ്ഞാല് സോദോമിനകത്തുനിന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവിടെ പാർക്കുന്ന ലോത്തിന്റെ കുടുംബത്തിനകത്ത് പോയി പറയും, കൈ കിട്ടുന്നതെല്ലാം എടുത്തോ, പേക്ക് ചെയ്യാനുള്ള സമയം ഞാൻ തരാം. ആമേൻ സ്തോത്രം, പേക്ക് ചെയ്യാനുള്ള സമയം തരാം. ആമേൻ സോദോമിലേക്ക് പോയത് 2 ദൂതന്മാരാ. അപ്പൊ ഒരു ദൂതൻ എവിടെ പോയി? ഒരു ദൂതൻ അവിടെ ഇടിവിൽ നിൽക്കുന്ന അബ്രഹാമിന്റെ നടുവിൽ നിൽപ്പുണ്ട്.
രണ്ടുപേർ അവിടെ പോയി, ഒരാൾ അവിടെ നിപ്പുണ്ട്. ഇന്ന് പകലിൽ ഒരാൾ നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ടാ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നത്. ഞാൻ സൊദോമിനെ നശിപ്പിക്കുന്നതിന് മുൻപേ നിന്റെ സഹോദരങ്ങളെ ഞാൻ പുറത്തെടുക്കുമെന്ന് ആത്മാവ് തൊട്ടു പറയുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. മുൻപിലോട്ട് കടന്നു വരാമോ? ആമേൻ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായത്തിന്റെ സ്തോത്രം 24-ാമത്തെ വാക്യം ഒരാൾ നിന്ന് ശബ്ദമുയർത്തി വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായം സ്തോത്രം 24-ാമത്തെ വാക്യം പറയുന്നു, യാക്കോബ് സ്തോത്രം പെനീലിൽ ചെന്നപ്പോൾ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടതുപോലെ. വായിച്ചാട്ടെ ആ വാക്യം. അപ്പോൾ ഒരു പുരുഷൻ വിഷസാവുവോളം അവനോട് മല്ലു പിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലുപിടിക്ക് യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കുപോലെ ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ അനുഗ്രഹിച്ചല്ലാതെ. ചിലതൊക്കെ ഇന്ന് പകലിൽ ആമേൻ ആമേൻ മുട്ടുമേ നിന്ന് പ്രാപിക്കാൻ താല്പര്യമുണ്ടോ? പ്രാപിക്കാൻ താല്പര്യമുണ്ടോ? ആമേൻ 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 ആമേൻ. പ്രാപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വചനത്തെ സ്തോത്രം പറ. ഇന്ന് പകലിൽ ആദ്യ ഏത് സംഭവം എന്നറിയാമോ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഏശാവ് യാക്കോബ് സ്തോത്രം രണ്ടുപേരും അവിടെ നിന്ന് പിരിയുന്ന ഒരു സമയത്തിന് ശേഷം, ചില വർഷങ്ങൾക്ക് ശേഷം അവൻ ആമേൻ സ്തോത്രം ആ സ്ഥലത്തേക്ക് അവന്റെ പിതാവിൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപിൽ അവൻ ഇതുവരെ പ്രാപിച്ച ബലം പോരാ, ഒരു ഇരട്ടി പങ്ക് പ്രാപിച്ചെങ്കിലേ ജ്യേഷ്ഠന്റെ അടുത്തെത്താൻ കഴിയൂ. ആമേൻ. അവിടെ എത്തണമെങ്കിൽ എനിക്കിന്നൊരു ബലം വേണം. എനിക്കിന്ന് സ്തോത്രം ഒരു ബലം വേണം. പലരും പറയാറില്ലേ, എൻ്റെ ഭാര്യയോട് സംസാരിക്കണമെങ്കിൽ ഒരു 100 അടിച്ചാലേ പറ്റൂ, അല്ലെങ്കിൽ അവളടുത്ത് പോയി സംസാരിക്കാൻ പറ്റില്ല. എൻ്റെ ഭർത്താവിനോട് സംസാരിക്കണമെങ്കിൽ സ്തോത്രം എനിക്കൊരു പുതിയ ബലം വേണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഭർത്താവ് പറയുക, എനിക്ക് എൻ്റെ ഭാര്യയുടെ അടുത്ത് പോയി നേരെ ഒന്ന് മുഖത്ത് നോക്കി സംസാരിക്കണമെങ്കിൽ എനിക്കൊന്ന് മദ്യപിച്ചെങ്കിൽ മാത്രമേ കഴിയൂ. എനിക്കില്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചേ കഴിയൂ. കഞ്ചാവോ, മയക്കുമരുന്നോ, ട്രസ്റ്റോ, മത്സ്യമാരിറ്റിയോ, പട്ടച്ചാരായമോ എന്താണോ എനിക്ക് വേണ്ടത്, അത് കഴിച്ചെങ്കിലേ എനിക്ക് അവളുടെ മുൻപിൽ സംസാരിക്കാൻ കഴിയൂ. കാര്യമെന്തെന്നറിയാമോ? അവൾ പ്രാപിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലെ ശക്തിയൊന്നുമല്ല കേട്ടോ, അവൾ പ്രാപിച്ചത് ഉയരത്തിലെ ശക്തിയാ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാമോ, എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പോയി സംസാരിക്കണമെങ്കിൽ എനിക്കൊരു ശക്തി പ്രാപിക്കണം. കാരണം എൻ്റെ ഭർത്താവ് ആരെന്നറിയാമോ? അവൻ ആത്മനിറവിൽ ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷകനാ. അവൻ ആത്മനിറവിൽ സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാ. അതുകൊണ്ട് സാധാരണ ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ എന്റെ ഭർത്താവിനോട് സംസാരിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ യാക്കോബും ദൂതനുമായി മൽപ്പിടുത്തം നടക്കുന്നു. അവിടെ ഒന്ന് സംഭവിച്ചു. എന്തെന്നറിയാമോ? യാക്കോബ് മൽപ്പിടിച്ചപ്പോൾ യാക്കോബിന്റെ പേര് മാറി. അവന്റെ പേര് യാക്കോബ് എന്നല്ല, ദൂതനിട്ട പേരെന്തെന്നറിയാമോ? ഇസ്രായേൽ എന്ന് പേര് മാറിയവനായി, ആള് മാറിയവനായി, രൂപം മാറിയവനായി, അഭിഷേകത്തിൽ വ്യത്യാസം പ്രാപിച്ചവനായി അവൻ അവിടെ ഇറങ്ങി ചെല്ലുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു പേര് മാറിയവളായി തിരിച്ചു നീ എണീക്കുമ്പോൾ, ഈ പാദപിടത്തിൽ നീ എണീക്കുമ്പോൾ പേര് മാറിയവളെ പോലെ എണീക്കുവാൻ താല്പര്യമുണ്ടോ? നീ ഒരു ദൂതനുമായി മൽപ്പിടുത്തത്തിലാണോ? എന്നാൽ ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിന് നടുവിൽ നീ ആയിരിക്കുന്ന ദൈവ പൈതലാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചോ. ഇതേ നിന്റെ മുൻപിൽ ഒരു നദി കിടപ്പുണ്ട്. ഈ നദിക്ക് ഇക്കരെ നീ നിന്ന് ദൂതനുമായി മൽപ്പിടുത്തം പിടിക്കുമ്പോൾ ദൂതനൊരു കാര്യം ചെയ്തു. യാക്കോബിന്റെ തൊടയുടെ ഞരമ്പിലും തൊട്ടു.
തുടയുടെ മസിൽ ഞരമ്പൊന്ന് ഉളുക്കിപ്പോയി, എന്നിട്ടും വിട്ടില്ല. അവൻ പറയുക, നീ എന്നെ പിടിച്ചു നിർത്തിയത് കൊണ്ട് നിന്റെ പേര് ഞാൻ മാറ്റാൻ പോകുകയാ. പ്രാർത്ഥിച്ച് ചിലത് പ്രാപിക്കാൻ ഇന്ന് പകലിൽ എന്നോട് കൂടെ ഉള്ളവർ എത്ര പേരുണ്ട്? അവരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, ഇന്നലകളിൽ നീ പ്രാർത്ഥിച്ചത്, ഇന്നലകളിൽ നീ കരഞ്ഞത്, ഇന്നലകളിൽ നീ ഉപവസിച്ചത്, ഇന്നലകളിൽ നീ കർത്താവിന്റെ സന്നിധിയിൽ നെടുമ്പാടെ വീണത്, ഇന്ന് ഈ പകൽക്കാലം പരിശുദ്ധൻ പറയുന്നു, പ്രാപിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ ദൂതനമായ ഒരു മൽപ്പിടുത്തത്തിലേക്ക് ഏർപ്പെടുവാൻ തയ്യാറാണോ എങ്കിൽ ഇന്ന് പകൽക്കാലം ഹോളി സ്പിരിറ്റ് പറയുന്നു, നിന്റെ പേര് ഞാൻ മാറ്റാൻ പോകുകയാ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു ജനതയ്ക്ക് അധിപതിയായ ഒരു മനുഷ്യനായി തിരഞ്ഞെടുക്കാൻ പോകുകയാ. നിന്റെ മേലുള്ള പ്രാപിച്ച അഭിഷേകം അത് ചെറുതല്ല, അത് വലിയ അഭിഷേകമാണ് നീ പ്രാപിച്ചിരിക്കുന്നത്. ആ അഭിഷേകം ജ്വലിപ്പിക്കാൻ ഒരു അഹവാ ആറ്റിന്റെ തീരമുണ്ട് കേട്ടോ. ഈ പട്ടണത്തിലേക്ക്, അപ്പുറത്തെ പട്ടണത്തിലേക്ക് പോകണമെങ്കിൽ, ഈ പട്ടണം മറികടക്കണമെങ്കിൽ ഈ ആറ് കടന്നു പോകണം. പ്രതിസന്ധി ആറല്ല, അതിന്റെ കരയിൽ നിൽക്കുന്ന ദൂതനാണ്. മൽപ്പിടുത്തം പിടിച്ചു, നിനക്ക് ഇരട്ടിപ്പങ്ക് പ്രാപിച്ചവനായി നീ അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ നിനക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വിരുന്ന് അവിടെ നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് കേട്ടോ. ഒരു സമയത്ത് നിന്നെ മാറ്റി നിർത്തിയവർ, ഒരു സമയത്ത് നിന്നെ തുടച്ചു മാറ്റിയവർ, ഒരു സമയത്ത് നിന്നെ അകറ്റി നിർത്തിയവർ അവിടെ ചെല്ലുമ്പോൾ നിന്നെ ചേർത്ത് പിടിച്ച് നിനക്കൊരു വിരുന്നൊരുക്കുന്ന നാഴിക വിദൂരമല്ല. ഇറങ്ങിയതുപോലെ അല്ല തിരിച്ചു മടക്കയാത്ര. ദാസന്മാരും മക്കളും മൃഗസമ്പത്തുകളും ചാക്ക് കണക്കിന് പൊന്നും അതേ വെള്ളിയും താമ്രവും ഹല്ലേലൂയ ആമേൻ അങ്ങനെ തുടങ്ങിയ സകല സമ്പത്തുമായി അവ തിരിച്ചു മടങ്ങി പോകുമ്പോൾ യാക്കോബിന് മനസ്സിലായി, എനിക്ക് ഈ ബലത്തോടെ മടങ്ങാൻ കഴിയത്തില്ല. ഞാൻ ആ പട്ടണത്തിലേക്ക് കാൽ ചവിട്ടണമെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയതുപോലെ നിസ്സാരക്കാരനായി അല്ല. എനിക്കെല്ലാം ദൈവം ശ്രേഷ്ഠകരമായി തന്നു. എന്റെ യാത്രകൾ ദൈവം കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ശ്രേഷ്ഠമെന്ന് എണ്ണുന്ന യാക്കോബിന് മനസ്സിലായി, എന്റെ പണത്തിനോ എന്റെ സ്വത്തിനോ എന്റെ ദാസന്മാർക്കോ മക്കൾക്കോ ആമേൻ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും എന്റെ ജ്യേഷ്ഠന്റെ മുൻപിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണമെന്നറിയാമോ? ഒരു ആത്മബലം വേണം. ഇന്ന് പകൽ സ്തോത്രം ചെയ്യാൻ എത്ര പേരുണ്ട്? എന്നോട് കൂടെ ഉള്ളവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ അല്പനിമിഷങ്ങൾ അന്യഭാഷയിൽ ആരാധിച്ചാട്ടെ. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ആമേൻ സ്തോത്രം. എത്ര പേർക്ക് പറയാൻ കഴിയും, എനിക്ക് ഈ ബലം പോരാ? ഹല്ലേലൂയ. ഈ ബലം പോരാ ദൈവ പൈതലേ. നീ നിൽക്കുന്നത് പോർക്കളത്തിലാ, നീ നിൽക്കുന്നൊരു പടക്കളത്തിലാ. നീ നിൽക്കുന്നൊരു പടക്കളത്തിലാ. പക്ഷെ ഈ പടക്കളത്തിൽ നീ തോറ്റുപോകത്തില്ല കേട്ടോ. നീ ജയിച്ച് മുന്നേറും. നിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല കേട്ടോ. നിന്നെ ആർക്കും മാറ്റി നിർത്താൻ കഴിയില്ല കേട്ടോ. നിനക്കൊരു യാത്രയുണ്ട്. നിനക്ക് സ്തോത്രം മുൻപിലോട്ടൊരു കാലഗതിയുണ്ട്. എന്നാൽ അതിനെ ബ്ലോക്ക് ചെയ്യാൻ നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളുണ്ട്. അതിനകത്ത് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവം ഇന്ന് പകൽക്കാലം സർവശക്തിയോടും സർവ സാന്നിധ്യത്തോടും കൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു അരുമരക്ഷകനെ ഇന്ന് പകൽക്കാലം നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ കർത്താവിന് സ്തോത്രം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ നടുവിൽ ഇറങ്ങി വന്നൊരു ദൂതൻ. ഹല്ലേലൂയ. നമ്മുടെ ഇരിക്കുന്ന പ്രാർത്ഥനാ മുറിയിൽ ഇതിനകത്ത് ഉപജീവന വഴിയിൽ ആയിരിക്കുന്നവരുണ്ട്. അവിടെ ഇരുന്ന് സ്തോത്രം ചെയ്തോ. ആരും കേൾക്കണ്ട കേട്ടോ, പുറത്തൊന്നും കേൾക്കണ്ട. ചിലപ്പോൾ നമ്മൾ നിന്ദിക്കും, ചിലപ്പോൾ നമ്മെ പരിഹസിക്കും, ചിലപ്പോൾ നമ്മെ പ്രാർത്ഥനക്കാരനെന്നോ പ്രാർത്ഥനക്കാരിയെന്നോ വിളിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത്, ഇരിക്കുന്ന ഇരിപ്പിടത്ത് ഇരുന്നു കൊണ്ട് കർത്താവിനെ ഇന്ന് പകൽക്കാലം ഹൃദയത്തിൽ നിന്ന് സ്തുതിക്കാൻ തുടങ്ങിയാൽ ഈ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സ്തോത്രം, അവിടെ മടങ്ങുന്നത് ഇന്നലെ പോയതുപോലെ അല്ല, തിരിച്ച് വന്നതുപോലെ അല്ല മടക്കയാത്ര. ഒരത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യവുമായി ഒരു മടക്കയാത്ര. വായിക്കാമോ? സ്തോത്രം, ഹല്ലേലൂയ. 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം പറയുന്നത്, ദാവീദ് പ്രൈസ് ദി ലോർഡ് ദേവാലയ നിർമ്മാണത്തിന്റെ നടുവിൽ ദാവീദ് ആയിരിക്കുമ്പോൾ ആ ദേവാലയ പ്രതിഷ്ഠയുടെ നിർമ്മാണത്തിന്റെ നടുവിലേക്ക് ദാവീദിനെ ഇറക്കിവിട്ട സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ, ഒരു അനുഗ്രഹമായിരിക്കും. വായിച്ചാട്ടെ. ആമേൻ, സ്തോത്രം. 2 ശമൂവേൽ പ്രവാചന പുസ്തകം 7-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദാവീദ് രാജാവ് അകത്തിയെന്ന് യഹോവയുടെ സന്നിധിയിലിരുന്നു. പറഞ്ഞു എന്തെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എന്റെ ഗ്രഹവും എന്തുള്ളൂ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നെ നീ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ? എന്റെ ഗ്രഹം എന്ന് പറഞ്ഞാൽ എന്റെ ഭവനവും എന്തുള്ളൂ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കിക്കേ, അവിടെ ഒരു വർക്ക് നടക്കുകയാ, അവിടെ ഒരു പണി നടക്കുകയാ, അവിടെ ഒരു പ്രതിഷ്ഠയ്ക്ക് തൊട്ട് മുൻപ് ദാവീദ് ദൈവസന്നിധിയിൽ നെടുമ്പാടെ വീഴുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. ആമേൻ. ഏതിൻ്റെയും മുൻപിൽ ദാവീദിനെ പോലെ നെടുമ്പാടെ വീഴാൻ എനിക്കും നിനക്കും കഴിയുമെങ്കിൽ ദൈവപൈതലേ, ഇതിനപ്പുറം വേറെ ഒരു സ്തോത്രം പദവിയില്ല കേട്ടോ. പ്രാർത്ഥിക്കാൻ, ഹല്ലേലൂയ, മുഴങ്കാലിലിരിക്കാൻ, ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം തീരുമാനം എടുക്കാൻ കഴിയും? കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥനയിരുന്ന മനുഷ്യനാ. ആമേൻ. അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ അതിന്റെ 17-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ തനിക്കൊരു ആലയം പണിയുന്നത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു ആലയം അവിടെ പണിയാ. അവൻ 18-ാമത്തെ വാക്യം മുതൽ തീർത്തുള്ള വാക്യം പറയുന്നത് അവന്റെ പ്രാർത്ഥനയും സ്തുതിയും. പ്രൈസ് ദി ലോർഡ്. അവന്റെ പ്രാർത്ഥനയും സ്തുതിയും. അപ്പൊ ഒന്ന് വേണ്ടത് പ്രാർത്ഥനയാണ്. ഏതിന്റെ മുൻപിലും പ്രാർത്ഥന, ആരാധന, മഹത്വപ്പെടുത്തല്, താഴ്ത്തി ഏൽപ്പിക്കുക, ദൈവസന്നിധിയിൽ നെടുമ്പാടെ വീഴുക, കർത്താവിന്റെ സന്നിധിയിൽ കരഞ്ഞ് കർത്താവിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവവൈതലേ, അവന്റെ പ്രാർത്ഥനയും സ്തുതിയും 18-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. 18-ാമത്തെ വാക്യം പറയുന്നു, അപ്പോൾ ദാവീദ് രാജാവ് അടുത്ത് ചെന്നു. അപ്പൊ അവൻ ആരാ? നിസാരക്കാരനാണോ? അവ രാജാവാ. പ്രൈസ് ദി ലോർഡ് പറ. അവ രാജാവാ, നിസാരക്കാരനല്ല. അവൻ പറഞ്ഞാൽ തലയെടുത്തുകൊണ്ട് വരാൻ നിൽക്കുന്ന നല്ല ചുണക്കുട്ടന്മാരായ പടയാളികളുണ്ട്. പക്ഷേ അവൻ രാജാവായതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവർ ദൈവ പൈതലായതുകൊണ്ട്, അവർ രാജാവ് മാത്രമല്ല, അവർ തികഞ്ഞ ഒരു അഭിഷക്തനുമായതുകൊണ്ട് അവൻ ദൈവസന്നിധി ചെന്ന് നിൽക്കുവാനിടയായി. ആമേൻ. യഹോവയോട് പറയുക, യഹോവയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞതെന്തെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എന്റെ ഗ്രഹവും എന്തുള്ളൂ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കിക്കേ, അതിന്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഈ സകല വാക്കുകൾക്കും ദർശനത്തിനും ഒത്തവണ്ണം നാഥാൻ അവനോട് സംസാരിച്ചു. കണ്ടോ, നാഥാൻ ആരാ? അവൻ പ്രവാചകനാ, കുറവിനെ ഉണർത്തുന്നവനാ. സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ. ആമേൻ. നാഥാൻ പ്രവാചകൻ അവൻ അടുത്ത് പല പ്രാവശ്യം ചെന്നു. ദാവീദ് നെടുമ്പാടെ വീഴുവാനിടയായി. എന്നാൽ ദാവീദിനെ കൊണ്ട് തമ്പുരാൻ ആലയം പണിയിച്ചില്ല. കാരണം ദാവീദിന്റെ കയ്യിൽ ഒരു രക്തക്കറയുണ്ട്. ആരുടെ കറ? ഊരിയാവിന്റെ കുടുംബത്തിനകത്തുള്ള കഥ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ശ്രദ്ധിക്കൂ, അവിടെ ദൈവം നീതിയോടും വിശ്വസ്തയോടും ദൈവം അവിടെ ദാവീദിനെ പ്രൊട്ടക്ട് ചെയ്യാനല്ല നോക്കിയത്, ദൈവത്തിന്റെ നീതിയോടെ വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ദാവീദിന്റെ മുൻപിൽ ദാവീദ്, കർത്താവ് എനിക്ക് നിനക്ക് വേണ്ടി ഒരു ആലയം പണിയണം. ദാവീദിനെ കൊണ്ട് പണിയിച്ചില്ല. പക്ഷെ വേറെയുമുണ്ട് കേട്ടോ, ദൈവം ആലയം മറ്റൊരുത്തിന് കൊടുത്തില്ല. ദാവീദിന് രക്തത്തിൽ നിന്ന് ജനിച്ച ശലോമോനിൽ കൂടെ ആലയം പണിയുവാനിടയായി. ഹല്ലേലൂയ. പണി ദൈവത്തിന്റെ കരങ്ങളിലാ. അത് തുടങ്ങുന്നത് ദൈവമാ. നമ്മൾ വെറും വർക്കേഴ്സ് മാത്രമാണ്. നമ്മൾ ഡെയിലി ശമ്പളക്കാർ മാത്രമാ. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളും ഡെയിലി ശമ്പളക്കാരാ. ആരുടെ ശമ്പളക്കാർ? ഉന്നതന്റെ മേൽ ഒരു ഉന്നതൻ, അവന്റെ മേൽ ഒരു ഉന്നതൻ, അവന്റെ മേൽ ഒരു അത്യുന്നതനുണ്ട്. അവന്റെ ജോലിക്കാരാ ഞാനും നിങ്ങളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഷേർലി സിസ്റ്റർ ഇരിക്കുന്ന സ്ഥാപനത്തിരുന്നു കൊണ്ട് അതിന്റെ മേലൊരു ഉന്നതനുണ്ട്, അതുക്ക് മേലെ ഒരു ഉന്നതനുണ്ട്, അതിന്റെ മേലൊരു അത്യുന്നതനുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഉന്നതനെ അറിയാം,
ആമേൻ. പക്ഷെ അതിന്റെ മേലുള്ള ഒരു അത്യുന്നതനെ അറിയാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ആമേൻ, നമ്മെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്ന സകലത്തിന്റെയും ഒരു അത്യുന്നതനുണ്ട്. അവന്റെ പേരാണ് അണ്ഡഘടാകത്തെ സൃഷ്ടിച്ചവൻ, സകല ജീവജാലങ്ങൾക്കും ആമേൻ ഉടമസ്ഥൻ, സമുദ്രത്തിലെ മത്സ്യത്തിന് ഉടമസ്ഥൻ, പറവയ്ക്ക് ഉടമസ്ഥൻ, സകല ഭൂജല ജന്തുക്കൾക്കും ഉടമസ്ഥൻ. ഹല്ലേലൂയ. ഒരു വൃക്ഷത്തിൽ നിന്നൊരു ഇല താഴെ അടർന്നു വീണമെങ്കിൽ അവൻ അറിഞ്ഞിരിക്കുന്നു. എന്തിനേറെ നമ്മുടെ ശരീരത്തിലെ തലയിലുള്ള ഒരു തലനാര് നിലത്ത് വീണാൽ അറിയുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. അവന്റെ പേരാണ് അത്യുന്നതൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിക്കുന്നില്ലേ, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എൻ്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകുഞ്ഞേ, ഈ ദൈവത്തിന്റെ ജോലിക്കാരായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും പറയാൻ ഒത്തിരി ഉണ്ടാകും. പക്ഷേ അതിനെ പൂർത്തീകരിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ കരസ്പർശമുണ്ടല്ലോ ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ഒരു വീട്ടിന് അടിസ്ഥാനമിട്ടിട്ട് എത്രയോ നാളായി, പക്ഷെ അതിന്റെ പുറത്ത് ഒരു സിമന്റ് ബ്ലോക്ക് വയ്ക്കാൻ കഴിയാതെ ഇന്നും മുൻപിലോട്ട് സഞ്ചരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ കാണാൻ കഴിയും. വസ്തു വാങ്ങിയിട്ടിട്ട് അതിനകത്തൊരു കരിങ്കല്ലിട്ടൊരു ഫൗണ്ടേഷൻ കെട്ടാൻ കഴിയാത്ത എത്രയോ പേരുണ്ട്. എന്തെന്നറിയാമോ? അത്യുന്നതന്റെ പാദപീഠത്തിൽ ഇരിക്കാനും സമർപ്പിക്കാനും കഴിയാതെ ഇന്നും പ്രവാചകന്മാരുടെ പിന്നാലെ സഞ്ചരിക്കുന്ന ആയിരക്കണക്കിന് പേരുണ്ട്. എന്നാൽ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പ്രവാചകനായിരിക്കുന്ന അത്യുന്നതന്റെ പുസ്തകത്തിൽ വിശ്വസിച്ച് അവന്റെ പുസ്തകത്തിൽ അവന്റെ മുൻപിൽ നെടുമ്പാട വീഴുന്ന എത്ര പേരുണ്ട്? അവരെ നോക്കി സ്വർഗം പറയുന്നു, ഞാൻ നിനക്കൊരു ഗൃഹം പണിയാൻ പോകുകയാ. ഈ ഉപവാസം കഴിയുമ്പോഴേ, ഈ ഉപവാസ പ്രാർത്ഥനകൾ കഴിയുമ്പോഴേ, ഹല്ലേലൂയ, ചില വീടുകൾ പൊങ്ങാൻ പോകുകയാ, ചില വീടുകൾ പെയിന്റ് പൂർത്തീകരിക്കാൻ പോകുകയാ, ചില വീടിന്റെ തേപ്പുകൾ പൂർത്തീകരിക്കാൻ പോകുകയാ. നിന്റെ ഭർത്താവിന് മാനസാന്തരം വരാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം നിന്റെ തലമുറ സ്തോത്രം 10 മണിക്ക് രാത്രി വീട്ടിൽ കയറുമെങ്കിൽ ഉപവാസം കഴിയുമ്പോൾ 7 മണിക്ക് സറണ്ടർ ആകും. കുറിച്ചു വച്ചോ. ദൈവാത്മാവ് പറയുന്നു, എവിടെയൊക്കെയോ പരിശുദ്ധാത്മാവ് തൊടുകയാ. ഇന്ന് പകലിൽ നിന്റെ തലമുറയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു അത്യുന്നതനുണ്ട്. നിന്റെ ഭർത്താവിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു അത്യുന്നതനുണ്ട്. നിന്റെ ഭാര്യയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു അത്യുന്നതനുണ്ട്. നിന്റെ കുടുംബത്തെ മുഴുവനും ഭരിക്കുന്ന ഒരു ഗ്രഹവിചാരനുണ്ട്. അവന്റെ പേരാണ് സർവശക്തനായ അത്യുന്നതനായ ഒരു ദൈവത്തിന്റെ മുൻപിൽ ദാവീദ് മുട്ടുമടക്കുകയാണ്. പറ്റുമോ മുട്ടുമടക്കാൻ പറ്റുമോ? ഇന്ന് പകൽക്കാലം പറ്റുമോ? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടാൻ പോകുകയാ. എത്ര പേർ കണ്ണീരോടെ ഈ ദൂത് സ്വീകരിക്കാൻ കഴിയും? ചിലർ ഇന്നും കടലിലെ തിരമാലകൾ ആഞ്ഞടിക്കുന്നത് പോലെ ഹൃദയത്തിനകത്തുനിന്ന് ഭയങ്കര തിരമാല പോലെയുള്ള പ്രശ്നത്തിന്റെ നടുവിൽ കൂടെ കടന്നു പോകുന്ന വാത്സല്യ ജീവിതമേ, ഈ ഭൂപരപ്പിലുള്ള ഈ സൂര്യന് കീഴിലുള്ള ഒന്നിനും നിന്നെ സമാധാനിപ്പിക്കാൻ കഴിയില്ല. പക്ഷെ ഒന്നിന് കഴിയും. ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ വചനത്തിന് മുൻപിൽ നീ ആയിരിക്കുമെങ്കിൽ, ആകേണ്ട നിലയിൽ സമർപ്പിക്കുമെങ്കിൽ, ഒരു ദാവീദിനെ പോലെ ദൈവത്തിന്റെ മുൻപിൽ കരയാനും ഉപവസിപ്പാനും പ്രാർത്ഥിക്കുവാനും കഴിയുമെങ്കിൽ അതിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് പകൽക്കാലം ഞാൻ പരിചയപ്പെടുത്തുകയാ. അവന്റെ പേര് അത്യുന്നതനായ ദൈവം. ഹല്ലേലൂയ. അവന്റെ മുമ്പിലാ ദാവീദ് പറഞ്ഞത്, ഹല്ലേലൂയ, കർത്താവേ, ഞാൻ നിന്റെ മുമ്പിൽ ഇതാ മുഴങ്കാൽ മടക്കുകയാ. സ്തോത്രം. 16-ാം വാക്യം പറയുന്നു, നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എന്റെ മുൻപാകെ എന്നേക്ക് സ്ഥിരമായിരിക്കും. ആഹാ, കണ്ടോ അവിടെ ദൂത് പറഞ്ഞാട്ടോ, നാഥാൻ പ്രവാചകൻ പറഞ്ഞാട്ടോ, നിന്റെ ജോലി ആർക്കും തെറിപ്പിക്കാൻ കഴിയില്ല. നിന്റെ ഉപജീവന വഴി തന്നത് ദൈവമാ. അതിന് വിരോധമായി എത്ര എണ്ണ ഇനി പൂജകൾ ചെയ്താലും തച്ചിന് കുത്തിയിരുന്ന് ജപിച്ചാലും വാഗൊണ്ട് ഓതി കെട്ടിയാലും നിന്റെ ഉപജീവന വഴിയെ തടയാൻ കഴിയില്ല. ആമേൻ, സ്തോത്രം. ഞാൻ പറയട്ടെ, ആമേൻ, നിങ്ങളുടെ കൈ ഒന്ന് വിരിച്ചു നോക്കിക്കേ. ഇതിനകത്ത് ഒത്തിരി ചിത്രപ്പണികളുണ്ട്. ഇത് ആർക്കെങ്കിലും മായ്ക്കാൻ കഴിയുമോ? ഉലകത്തിൽ ഒരു വൈദ്യനും ഇതിനെ മായ്ക്കാൻ കഴിയില്ല. ഇതുവരെയ്ക്കൊരു മെഡിസിനും കണ്ടുപിടിച്ചിട്ടില്ല. ഇത് പലപ്പോഴൊക്കെ ഇങ്ങനെ തുറന്നു വെച്ച് നമ്മൾ സ്വാഭാവികം നോക്കണം. അല്ലാതെ ഒരു കൈനോട്ടക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവന്റെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കാൻ വേണ്ടി ഉള്ളതല്ല ഈ കരം.
ഇതേ അനുഗ്രഹിക്കുന്ന കരമാ, മരിച്ചവനെ ഉയർപ്പിക്കുന്ന കരമാ, അനേകരെ അഭിഷേകം ചെയ്യാനുള്ള കരമാ, അനേകർക്ക് വേണ്ടി ആമേ പ്രാർത്ഥിക്കാനുള്ള കരമാ, അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള കരമാ, അനേകരെ ആമേ സ്തോത്രം മരണത്തിന്റെ ശവക്കുഴിയിൽ നിന്ന് പുറത്തെടുക്കേണ്ട കരമാ എന്റെയും നിന്റെയും കരം. ഹല്ലേലൂയ. ഈ കരമൊക്കെ നോക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം കേട്ടോ. ഇതിനകത്ത് ഒരുപാട് ചിത്രപ്പണികളുണ്ട്. ഇത് വരച്ച ഉടമസ്ഥൻ അവൻ ആരെന്നറിയാമോ? അവൻ അത്യുന്നതനായ ദൈവമാണ്. ഇതിനകത്തെ ചിലർ പറയും, ഇങ്ങനെ അടച്ചു നോക്കിക്കേ, ഇങ്ങനെ നോക്കിക്കേ, ഓട്ട കാണുന്നുണ്ടോ? നിന്റെ കയ്യിലൊന്നും നിൽക്കുന്നില്ല, പിന്നെ അടച്ചു നോക്കിയ ഓട്ട കാണത്തില്ലേ? മാംസം കുറഞ്ഞ കനം കുറഞ്ഞ വിരലാണെങ്കിൽ അടച്ചു നോക്കിയ ഓട്ട കാണും. മാംസം കൂടിയ വിരലാണെങ്കിൽ അടച്ചു നോക്കിയ ഓട്ട കാണത്തില്ല. ഞാനിപ്പോൾ അടച്ചു നോക്കിയപ്പോഴേ എനിക്ക് സ്തോത്രം പ്രൈസ് ദി ലോർഡ് പ്രിൻസ് ബ്രദറെ കാണാൻ പറ്റുന്നില്ല. കാരണം അടച്ചു നോക്കിയിരിക്കുക. പക്ഷെ മാംസമില്ലാത്ത വ്യക്തി അടച്ചു നോക്കിയാൽ പ്രിൻസ് ബ്രദറെ കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പണ്ടൊക്കെ സ്കൂളിൽ ഇരിക്കുമ്പോൾ ടീച്ചർ അടിക്കാൻ വരുന്നോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കൈ വെച്ചിട്ട് മറയ്ക്കാറുണ്ടല്ലേ, ഇപ്പൊ വരും എന്ന് പറഞ്ഞ്. പക്ഷെ ഇത് ആ മറയല്ല അവർ ഉദ്ദേശിക്കുന്നത്. നിന്റെ കൈ ഒന്നിങ്ങനെ ചേർത്ത് പിടിച്ചു നോക്കി, കൊള്ളാം. അപ്പോൾ ഇത് ഓട്ടക്കാശാണ് കേട്ടോ, നീ എത്ര അധ്വാനിച്ചിട്ട് കയ്യിലൊന്നും നിൽക്കത്തില്ല കേട്ടോ. അവ കൈ വെട്ടി മാറ്റാൻ പറയുമോ? ഹല്ലേലൂയ. പണ്ടൊരു അമ്മയോട് പറഞ്ഞു, ഈ കുഞ്ഞിനൊക്കെ അമ്മ ജനിക്കുന്ന കുഞ്ഞ്, ഈ കുഞ്ഞ് ജനിച്ചും ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ, ഇതിന് 2 വയസ്സായി കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, നിന്റെ ഭർത്താവ് മരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. നിന്റെ അപ്പൻ മരിച്ചു പോകും. ഈ സാധു സ്ത്രീ ഉണ്ടല്ലോ, ഈ 2 വയസ്സായ കുഞ്ഞിനെ ബലി കൊടുക്കുവാനിടയായി. നമുക്കെല്ലാവർക്കും അറിയാം. ആമേൻ സ്തോത്രം. ഞാൻ പറയുന്നു, ആമേൻ സ്തോത്രം, ഉദരബലം കർത്താവിന്റെ പ്രതിഫലമാണെങ്കിൽ ആമേൻ അത് നശിപ്പിക്കാൻ ഈ ഭൂപരപ്പിൽ ഒരു വൈദ്യശാസ്ത്രത്തിനും കഴിയത്തില്ല. ജീവൻ കൊടുത്ത, ജീവൻ നൽകിയ, ഉരുവായ ഒരു മാംസപിണ്ഡമായി 50 ഗ്രാമായി, 100 ഗ്രാമായി, 150 ഗ്രാമായി, 1.5 കിലോയായി, 1.25 കിലോയായി, 9 മാസവും 10 ദിവസവുമായി ഈ കുഞ്ഞ് പുറത്തു വരണമെങ്കിൽ അതൊരു ഡോക്ടറെ കണക്കല്ല, മരണവും ജനനവും തീരുമാനിക്കുന്ന വൈദ്യനല്ല. ഇത് അഖിലാണ്ടത്തിന് ഉടമസ്ഥനായ ദൈവം പറയുന്നു, കുത്തിയിരുന്ന് നിന്റെ മേൽ ദൈവ സാന്നിധ്യം വെളിപ്പെടും. സ്തോത്രം. തന്റെ മരണം വിശുദ്ധന്മാർക്ക് വിലയേറിയതെങ്കിൽ ഇന്ന് പകൽക്കാലം പറയുന്നു, നിന്നെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. നിന്റെ കുടുംബത്തിനോ, നിന്റെ ഭർത്താവിനെയോ, നിന്റെ ഭാര്യയോ, നിന്റെ തലമുറയെയോ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ നിന്റെ കൂടെയുണ്ട്. അവൻ നിനക്ക് വേണ്ടി കോട്ടയാണ്. ഒരു കാര്യം പറയട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കെതിരെ മന്ത്രവാദം ചെയ്തവരെ, എനിക്കെതിരെ ചെയ്ത മന്ത്രവാദം ചെയ്തില്ലേ, എനിക്കെതിരെ എൻ്റെ അമ്മ ചെയ്തത് 23 മന്ത്രവാദമാ, 23 കേസാ. പക്ഷെ എനിക്ക് ഏറ്റവും നന്നായി കേട്ടോ അത് കൊടുത്തത് കൊണ്ട് എൻ്റെ അമ്മയെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ബൈബിൾ പ്രകാരം അവരെ ഞാൻ ആറ്റിനകത്തിറക്കി സ്നാനപ്പെടുത്തി. സ്വതന്ത്രം പറഞ്ഞേ ഹല്ലേലൂയ. എവിടെയൊക്കെ ആരൊക്കെ വിരോധമായി നിൽക്കുമോ അവരെയൊക്കെ സ്നാനപ്പെടുത്താനാ തമ്പുരാൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്തോത്രം പറഞ്ഞ് അന്ത്യകൂദാശയ്ക്ക് വേണ്ടി നിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ഇരിപ്പുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആത്മാവ് തൊട്ടു പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ട് പ്രാർത്ഥിക്കപ്പെടുന്ന ദൈവകുഞ്ഞ്, നിന്റെ ജീവിതത്തിന്റെ നടുവിലേക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ ദയ കൊണ്ട് പൊതിയണമെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരണമെങ്കിൽ, നീ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ദൈവത്തിന്റെ സന്നിധിയിലും നീ ഇരിക്കുമെങ്കിൽ, ഇതെല്ലാം വചനം പറയുന്നത് പോലെ അവർ കാറ്റത്തെ പതർ പോലെ എത്രേ. ആമേൻ. അവർ കാറ്റത്തെ പതർ പോലെ എത്രേ. ഹല്ലേലൂയ. അന്ന് എനിക്ക് വേണ്ടി ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ വിശ്വാസം ഞാൻ സ്വീകരിക്കത്തില്ലായിരുന്നു. എനിക്ക് വേണ്ടി ചെയ്തപ്പോൾ എനിക്ക് തോന്നി, എവിടെയെങ്കിലും പ്രതികൂലം ഉയരുന്നെങ്കിൽ ചിന്തിക്ക്, നാളെ നിനക്കൊരു ശുശ്രൂഷയുണ്ട്. ഹല്ലേലൂയ. ശുശ്രൂഷയില്ല. ആമേൻ. ശുശ്രൂഷയില്ലെങ്കിൽ പ്രതികൂലവുമില്ല, പ്രതികൂലമില്ലെങ്കിൽ ശുശ്രൂഷയുമില്ല. പ്രതികൂലം ഉണ്ടെങ്കിൽ ശുശ്രൂഷയുണ്ട്, പ്രതികൂലമില്ലെങ്കിൽ ശുശ്രൂഷയില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എപ്പോഴും സന്തോഷം എന്നല്ല കേട്ടോ, ഇതിനകത്ത് ചില വേദനകളൂടെ കടന്നു വരും. അപ്പോഴാ യേശുവിന്റെ സ്നേഹം നമ്മൾ അറിയാൻ പോകുന്നത്. ഹല്ലേലൂയ. ഒരു വാക്കൂടെ വായിക്കാമോ? 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിക്കാമോ? 1 രാജ അതിന്റെ 3-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. 3:6 ഒന്ന് വായിച്ചേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിന് സലോമോൻ പറഞ്ഞു, എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിന് ഒത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്ത് ഈ വലിയ കൃപ അവനായി
പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. ഒന്നുകൂടെ ജിഷ ദേവദാസ് ഒന്നുകൂടെ വായിച്ചേ. അതിന് ശലോമോൻ പറഞ്ഞത് എന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിന് ഒത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്തു. ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവന് ഒരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്തദാസ് 2 കരവും അടിച്ചത് സ്വീകരിച്ചോ? പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾക്കുള്ള ദൂത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 കരവും അടിച്ചൊക്കെ സ്വീകരിച്ചോ? അങ്ങ് വെറുതെ സ്വീകരിക്കുന്നേ, കർത്താവ് തന്നിരിക്കുക വചന ദൂത്. സ്വോത്രം. സിംഹാസനത്തിൽ ഇരുത്താൻ ഒരുത്തനെ ഞാൻ കുടുംബത്തിനകത്ത് നെടുക്കുമെന്ന്. വെറുതെ ഒരു സിംഹാസനമല്ല കേട്ടോ. കടയിൽ പോയി വാങ്ങിക്കൊണ്ട് നല്ല സ്പോഞ്ചൊക്കെ ഉള്ള ഒരു കസേരയല്ല ഉദ്ദേശിക്കുന്നത്. സ്വർഗം ഒന്ന് ഒരുക്കിയാൽ അത് ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. സ്വർഗം ഒന്ന് കുടുംബത്തിന് വേണ്ടി ഒരുക്കിയാലേ അത് ആർക്കും അതിനെ റിജക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം തമ്പുരാന് ഒന്ന് ഒരുക്കുമ്പോൾ അതിന്റെ പിന്നിൽ ചില വേദനകളും പ്രയാസങ്ങളൊക്കെ കടന്നു വരുന്ന ദേവദാസിയെ, പ്രാർത്ഥന കുറയ്ക്കണ്ട കേട്ടോ, ആരാധന കുറയ്ക്കണ്ട കേട്ടോ. അതിനകത്ത് ആമേൻ സ്തോത്രം, ആ വചനത്തോതിനകത്ത് അധ്യായം 1 വായിച്ചു നോക്ക്. ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി ആ പുസ്തകത്തിനകത്ത് ആമേൻ നിറഞ്ഞു നിൽക്കുകയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു സിംഹാസനത്തിൽ ഇരുത്തുവാൻ യോഗ്യനായ ആമേൻ സ്തോത്രം ഒരു ദൈവം ആമേൻ കുടുംബത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഇറങ്ങുന്നു എന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാ. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ചില വർഷങ്ങളായി വേദനകളും ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ പരിമിതിക്കകത്തും നിന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആമേൻ മുൻപിലേക്ക് ആമേൻ സ്തോത്രം തമ്പുരാൻ തന്ന സമയത്തിൽ നിന്നതുകൊണ്ട് കർത്താവ് പറയുക, ഞാൻ അവിടെ ആമേൻ സ്തോത്രം ഒരു സിംഹാസനത്തിൽ ഞാൻ നിന്റെ തലമുറയെ ഇരുത്തുമെന്ന് ഇന്ന് പകൽക്കാല സ്വർഗത്തിലെ ദൈവം ആലോചന പറയുക. ഹല്ലേലൂയ. അവിടെ നോക്കിക്കേ ആമേൻ സ്തോത്രം. അതിന് ശലോമോൻ പറഞ്ഞത് എന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദ് എന്നെ നിന്റെ ദാസൻ ആമേൻ സ്തോത്രത്തോടും നീതിയോടും, എന്താ സത്യത്തോടും പിന്നെ നീതിയോടും. പ്രൈസ് ദി ലോർഡ്. അപ്പോ അപ്പന്റെ കാര്യം അവിടെ പറഞ്ഞ് ഒന്നുകൂടെ ഉറപ്പിക്കുന്ന ഒരു ദൈവത്തെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞേ, പലപ്പോഴും നമ്മെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ നമ്മെ അവഗണിക്കുന്ന, ഹല്ലേലൂയ, കാര്യം കഴിയുമ്പോൾ മാറ്റിക്കളയുന്ന ഒരു ദൈവമല്ല ഇത് കേട്ടോ. ഹല്ലേലൂയ. അപ്പുറം നമ്മെ മാനിക്കുന്ന, നമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവത്തെയാ നാം ഇന്ന് ആരാധിക്കുന്നത്. സ്തോത്രം ചെയ്താട്ടെ. 6-ാമത്തെ വാക്യം വളരെ വിശാലമായി കിടക്കുക ചിന്തിക്കാൻ. 6-ാമത്തെ വാക്യം വിശാലമായി ചിന്തിക്കാൻ കിടക്കുക. പക്ഷെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എന്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബലഹീനത്രേ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? ആമേൻ. ദാവീദിന് പകരം ശലോമോനെ രാജാവാക്കിയ ഒരു സ്വർഗത്തിന്റെ മുൻപിൽ ശലോമോൻ പറയുക, ഞാന് ഒരു ബലഹീനനാ. ഏൽപ്പിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയോടെ ഏൽപ്പിക്കാൻ പറ്റുമോ? എന്തെല്ലാം തന്നാലും അതിന്റെ നടുവിൽ ഒന്ന് താഴ്ത്തിക്കൊടുക്കാൻ, സ്വർഗത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. വഴി തുറക്കാൻ എൻ്റെ കർത്താവ് സർവശക്തനെന്ന്. ഇന്ന് പകലിൽ വഴി തുറക്കാൻ എൻ്റെ കർത്താവിന് വളരെ പ്രൈസ് ദി ലോർഡ് സമയമൊന്നും വേണ്ട. ഈ ഇരിക്കുന്ന ഇരിപ്പിടത്ത് ചിലർക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവം. ചില ബാങ്ക് ലോണുകൾ തമ്പുരാൻ ഈ നാളുകളിൽ ചില പേപ്പറുകൾ പുറത്തെടുക്കുന്ന ദിവസങ്ങളാ. പ്രാർത്ഥിച്ചോ, ദൈവം നിനക്ക് വേണ്ടി ചില നീക്കുപോക്കുകൾ തരുന്ന, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന് നീക്കുപോക്കുകൾ തരുന്ന ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി നിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരെല്ലാം നിങ്ങളെ കവച്ചു വയ്ക്കാൻ നോക്കിയാലും അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ആത്മബലം, ആത്മധൈര്യം ഇന്ന് പകൽക്കാലം ചില കുടുംബത്തിന്റെ മേല് ഈ പ്രാർത്ഥനയുടെ നടുവിൽ പരിശുദ്ധാത്മാ വഹിക്കുന്ന പകൽക്കാലം എത്രേ നമുക്കറിയാമോ? 2 ദിനവൃത്താന്ത പുസ്തകം 6-ാമത്തെ
6-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ശലോമോൻ ദേവാലയ പ്രതിഷ്ഠയോടനുബന്ധിച്ച് താൻ അവിടെ ദൈവസന്നിധിയിൽ യാഗങ്ങൾ അർപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ ശലോമോൻ സ്തോത്രം ദൈവത്തിന്റെ മുൻപിൽ യാഗങ്ങളും പാനീയ ബലികളും അർപ്പിക്കുമ്പോൾ സ്തോത്രം ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തി തന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടുകയാണ്. സ്തോത്രം 1 മുതൽ 7 വരെയുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിയണം എന്ന് എന്റെ അപ്പനായ ദാവീദിന്റെ താല്പര്യമുണ്ടായിരുന്നു. അപ്പന്റെ താല്പര്യം തലമുറയിൽ കൂടെ നിവർത്തിക്കാൻ പോകുക. ഹല്ലേലൂയ. ശമനപരഗതുനി വൈഡകരഗതനാഗര അംബൽ കമനപരഗതുനി. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ രാധിയ കർത്താവിന്റെ അഭിഷേകത്തെ ദൈവാത്മാവ്